ലോകകപ്പിൽ ഗ്രൂപ്പ് എല്ലിൽ നടന്ന അതിശക്തമായ പോരാട്ടത്തിൽ ക്രൊയേഷ്യയെ 2-നെതിരെ 4 ഗോളുകൾക്ക് തകർത്ത് തോമസ് ടുഷേലിന്റെ ഇംഗ്ലണ്ട്. മുന്നേറ്റ നിരയിൽ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും കളം നിറഞ്ഞാടിയപ്പോൾ പ്രതിരോധത്തിലെ പിഴവുകൾ ഇംഗ്ലണ്ടിന് നേരിയ ആശങ്കയുണ്ടാക്കി. ഇതോടൊപ്പം ഇതേ ഗ്രൂപ്പിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ അവസാന നിമിഷത്തിലെ നാടകീയ ഗോളിൽ ഗാന പനാമയെയും പരാജയപ്പെടുത്തി. ഡാലസിൽ നടന്ന മത്സരത്തിൽ 12-ാം മിനിറ്റിൽ തന്നെ ഇംഗ്ലണ്ട് ലീഡെടുത്തു. ലൂക്ക മോഡ്രിച്ച് മതുവേക്കയെ ബോക്സിൽ ഫൗൾ ചെയ്തതിന് ലഭിച്ച പെനാൽറ്റി ഹാരി കെയ്ൻ ലക്ഷ്യത്തിലെത്തിച്ചു. എന്നാൽ 36-ാം മിനിറ്റിൽ മാർട്ടിൻ മറ്റൂറിനിയിലൂടെ ക്രൊയേഷ്യ ഒപ്പമെത്തി. അധികം വൈകാതെ ഡെക്ലാൻ റൈസിന്റെ കോർണറിൽ നിന്നൊരു തകർപ്പൻ ഹെഡറിലൂടെ ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിന്റെ ലീഡ് വീണ്ടെടുത്തു. ഇതോടെ 10 ലോകകപ്പ് ഗോളുകളുമായി ഇംഗ്ലണ്ട് ഇതിഹാസം ഗാരി ലിനേക്കറുടെ റെക്കോർഡിനൊപ്പം കെയ്ൻ എത്തി. ആദ്യ പകുതി അവസാനിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ ഇവാൻ പെരിസിച്ചിന്റെ പാസിൽ നിന്നും പീറ്റർ മൂസ ക്രൊയേഷ്യയ്ക്കായി വീണ്ടും സ്വന്തം പിടിച്ചു. ഇംഗ്ലണ്ട് പ്രതിരോധത്തിന്റെ തകർച്ചയാണ് ഈ ഗോളിൽ കണ്ടത്. എന്നാൽ രണ്ടാം പകുതി തുടങ്ങിയ നിമിഷങ്ങൾക്കകം സൂപ്പർ താരം ജൂഡ് ബെല്ലിംഗ്ഹാം ഒരു സോളോ റണ്ണിലൂടെ ഇംഗ്ലണ്ടിന് 3-ാം ഗോൾ സമ്മാനിച്ചു. ഒടുവിൽ 85-ാം മിനിറ്റിൽ പകരക്കാരനായി ഇറങ്ങിയ മാർക്കസ് റാഷ്ഫോർഡ് 4-ാം ഗോളും നേടിയതോടെ ഇംഗ്ലണ്ട് 4-2 വമ്പൻ വിജയം ഉറപ്പിച്ചു. ഗ്രൂപ്പ് എല്ലിലെ രണ്ടാം മത്സരത്തിൽ ഗാനയും പനാമയും തമ്മിൽ കടുത്ത പോരാട്ടമാണ് നടന്നത്. ടൂർണമെന്റിലെ ഏറ്റവും വിരസമായ മത്സരമെന്ന് തോന്നിച്ച കളിയിൽ 94-ാം മിനിറ്റിലാണ് നാടകീയത പറഞ്ഞത്. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷത്തിൽ കലേബ് ഇരങ്കി ഗാനയ്ക്കായി വിജയ ഗോൾ കണ്ടെത്തിയതോടെ പനാമ ഞെട്ടി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.